ഹായ്, ഞാൻ ഇന്ന് ഒരു ഉമ്മയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉമ്മ പറയുന്ന ചില കാര്യങ്ങൾ, അതിൽ എൻ്റെ ചാനലിൻ്റെ പേരോ എൻ്റെ പേരോ ഒന്നും പരാമർശിക്കുന്നില്ലെങ്കിലും ഞാനാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഞാൻ മാത്രമാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയാണ്. അതായത് എന്നെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ആർക്കെങ്കിലും എൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ അതിൽ എൻ്റെ ശക്തമായ നിലപാടിനെ കുറിച്ച് ഞാൻ ശക്തമായി തന്നെ വാദിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇതിൽ ഈ ഉമ്മ ഒരു 2 കേസുകളെ തമ്മിൽ യോജിപ്പിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് അഫാൻ എന്ന് പറയുന്ന ഒരു കൊച്ച് അവന്റെ ഫാമിലി മെമ്പേഴ്സിനെ കൊലപ്പെടുത്തി അതിൽ ആക്രമിച്ചതിൽ ഉമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട്. വാപ്പ ഗൾഫിലായിരുന്നു, വാപ്പ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ത്രീ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇവിടെ 24 ചാനലിന്റെ ഉടമയായ ശ്രീകണ്ഠൻ നായർ സാറ് ഈ ഉമ്മയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു വീട് നിങ്ങൾക്ക് കെട്ടിത്തരാം എന്നുള്ളതാണ്. അപ്പോഴും ആ ഉമ്മ പറയുന്നത്, സാർ എനിക്ക് എപ്പോഴാണ് വീട് കെട്ടിത്തരുന്നത്, ഞാൻ എപ്പോഴാണ് ആ വീട്ടിലേക്ക് താമസം മാറുന്നത്, എനിക്ക് ആ വീട് കിട്ടാൻ ഞാൻ ഒരുപാട് കൊതിയോടെ കാത്തിരിക്കുകയാണ് എന്നൊന്നും ആ ഉമ്മ പറഞ്ഞിട്ടില്ല. ആ ഉമ്മ ആ ഒരു സമയത്തും നിങ്ങൾക്ക് ഞാനൊരു വീട് കെട്ടിത്തരാം എന്ന് പറയുന്ന സമയത്തും അവർ പറയുന്ന ഒരു കാര്യം, എൻ്റെ മകനെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമോ, എൻ്റെ മകനെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് നിങ്ങളൊന്ന് കാണണം. അതായത് ആ ഉമ്മയ്ക്ക് ഒരു വലിയ ഓഫർ ഒരു സാറ് കൊടുക്കുമ്പോഴും അവർ ചോദിക്കുന്നത് അവരുടെ മറ്റൊരു മകനെ കൊലപ്പെടുത്തിയ, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊലപ്പെടുത്തിയ ആ മകനെ എനിക്ക് തിരിച്ചു തരുമോ എന്നാണ്. അതായത് ഇത്രയും വലിയൊരു ആക്രമണം ചെയ്ത അയാൾ ഈ ഉമ്മയോടൊപ്പം വീണ്ടും വന്നാൽ ഈ ഉമ്മയെ വീണ്ടും അപകടപ്പെടുത്തിയേക്കാം എന്നുള്ള ഒരു ഭയം പോലും ആ ഉമ്മയ്ക്കില്ല എന്നുള്ളതാണ്. അതാണ് ഉമ്മ മനസ്സ് എന്ന് പറയുന്നത്. അവരുടെ മുമ്പിൽ ഒരു വലിയ വീട് അവര് ഓഫർ ചെയ്തിട്ടും എനിക്ക് എപ്പോൾ ആ വീട് വെച്ച് തരും, എനിക്ക് എപ്പോൾ വീട്ടിൽ പോവാനായിട്ട് സാധിക്കും, എനിക്ക് എപ്പോൾ ആ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊന്നും ആ ഉമ്മ പറഞ്ഞിട്ടില്ല. അപ്പോഴും ആ ഉമ്മ പറയുന്നത്, കൊലയാളിയായ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരൂ എന്നാണ്. ആ ഉമ്മയുടെ മനസ്സ് നിങ്ങളൊന്ന് കാണണമെന്നുള്ളതാണ്. ഇനി ഈ ഒരു കേസിനെ ഇവർ മറ്റ് 2 കാര്യങ്ങളുമായിട്ട് ചേർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു പാവപ്പെട്ട ഉമ്മ കുറെ അധികം മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ട് താൻ പാവപ്പെട്ട ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ഒരുപാട് കഠിനാധ്വാനികളായ മനുഷ്യരിൽ നിന്നും പണം കബളിപ്പിച്ച് കൈപ്പറ്റി ഒരു വീട് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതും, ഇപ്പോൾ ഒരു 6 മക്കളുള്ള ഒരു ഉമ്മയ്ക്കും വാപ്പയ്ക്കും ആ 6 മക്കളുള്ളത് കൊണ്ട് ഒരു വാടക വീട്ടിലേക്ക് അവർക്ക് മാറാൻ സാധിക്കില്ല. ഒരു യൂട്യൂബ് ഇൻകം ഉള്ള, അവർ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് യൂട്യൂബ് ഇൻകം ഉണ്ട് എന്നുള്ളത്. ആ ഇൻകം ഉള്ള നല്ല ആരോഗ്യമുള്ള ആ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ആ 6 മക്കളെയും കൊണ്ട് ഒരു വാടക വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്ന, സ്വന്തം വരുമാനത്തിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു യുവതി ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ഇവരെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് വലിയ ഒരു എമൗണ്ട് ചെലവാകുന്ന ഒരു കാര്യമാണ്. അവിടെ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് സ്ഥലം വാങ്ങണം, മറ്റൊന്ന് അതിൽ വീട് വെക്കണം. അപ്പൊ അത്രയും വലിയൊരു കാര്യം അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇവർ പൊതുജനങ്ങളിൽ നിന്നും പിരിവ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവിടെ പരാമർശിച്ചിട്ടുള്ളത്, ഈ പൊതുജനങ്ങളോട് പിരിവ് ചോദിക്കുമ്പോൾ അത് മറ്റൊരു വ്യക്തിയുടെ സുഖവാസത്തിന് വേണ്ടി ആകരുതേ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് പാവപ്പെട്ട പ്രവാസികളാണ് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആകുന്നത്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നിന്നും കുടുംബങ്ങളെ വിട്ട് വിദേശത്ത് പോയിരിക്കുന്ന ആളുകൾ ഒരു മുറിയിൽ തന്നെ 15, 20, 30, 50 ആൾക്കാർ തിങ്ങി ഞെരിങ്ങി താമസിക്കുകയും രാവിലെ ആവുമ്പോൾ ജോലിക്ക് പോവാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോയെങ്കിലായി, കുളിച്ചെങ്കിലായി, തിന്നെങ്കിലായി എന്നുള്ള ഒരു രീതിയിൽ അത്രയും ഞെരിങ്ങി പിതുങ്ങി ഒക്കെ ജീവിച്ച് അവിടെ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം ഇവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം ചെലവാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം സ്വന്തം കുടുംബത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നതിൽ നിന്നും ഒരു ഓഹരി എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന അവരെ കബളിപ്പിച്ച് ഞങ്ങൾ പാവപ്പെട്ടവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന, ഞങ്ങൾ സഹായത്തിന് അർഹരാണ് എന്ന്
സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ പണം കൈപ്പറ്റുന്നവരെ കുറിച്ച് ഞാൻ ഒരു പ്രസ്താവന പറഞ്ഞപ്പോൾ അതിനെ ഇതുമായി കമ്പയർ ചെയ്ത ആ ഉമ്മയുടെ ബുദ്ധി എനിക്ക് വർണ്ണിക്കാനായിട്ട് വാക്കുകളില്ല എന്നുള്ളതാണ്. അവിടെ ശ്രീകണ്ഠൻ നായർ സാറ് അദ്ദേഹം ഒരു ചാനലിന്റെ ഉടമയാണ്. അദ്ദേഹത്തിനൊരു വീട് വെച്ചു കൊടുക്കാൻ സാധിക്കുമായിരിക്കാം. അദ്ദേഹം ആരോടും ചെന്ന് യാചിച്ചില്ല, ഇവർക്കൊരു വീട് വെക്കാൻ നിങ്ങൾ എനിക്ക് പിരിവ് തരൂ എന്ന് പൊതുജനങ്ങളോട് യാചിച്ചിട്ടില്ല. ആ ഉമ്മ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുമില്ല, എനിക്കിനി ആ വീട്ടിൽ പോകാൻ സാധിക്കില്ല, നിങ്ങൾ എനിക്ക് വേറൊരു വീട് വെച്ച് തരൂ എന്ന് ആ ഉമ്മ ആരോടും പറഞ്ഞിട്ടില്ല. ആ ഉമ്മ ചോദിക്കുന്നത് അവരുടെ മകന്റെ ജീവിതം മാത്രമാണ്. ആ മകനെ എനിക്ക് തിരിച്ചു തരൂ എന്ന് മാത്രമാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതിനെയും ഇതിനെയും 6 മക്കളുള്ളത് കൊണ്ട് എനിക്ക് വാടക വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, എനിക്ക് സ്വന്തമായി വീടുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞവരും, അതേപോലെ സ്വന്തം മക്കൾ യത്തീം മക്കളാണ് എന്ന് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ മക്കളെ പൂട്ടിയിട്ടിട്ട് ഈ മക്കൾക്ക് ആരുമില്ല എന്ന് കളവ് പറഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബക്കാരും ഞാൻ അറിഞ്ഞത്, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് ഇവരുടെ നാട്ടുകാരാണ്. ഈ നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത് വളരെ നല്ല നിലയിൽ ജീവിക്കുന്ന ഫാമിലിയാണ് എന്നാണ്. അവരിൽ തന്നെ പിന്നെ അവരുടെ ഉപ്പാന്റെ ഏട്ടന്റെ മക്കളൊക്കെ നല്ലൊരു ഗവൺമെന്റ് ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അതിൽ പോലീസുണ്ട്, പിന്നെ വില്ലേജ് ഓഫീസറുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെയും തന്നെ ഇവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ വീട് വെച്ചതിന് ശേഷവും ഇവരൊക്കെ വന്നിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇവര് തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. വാപ്പാരെ ആൾക്കാരും ഉമ്മാന്റെ ആൾക്കാരൊക്കെ ഇവർക്ക് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ മുൻ വീഡിയോകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല, എനിക്ക് നിങ്ങളോട് മാത്രമേ ചോദിക്കാനുള്ളൂ എന്ന് സാധാരണ ജനങ്ങളോട് കളവ് പറഞ്ഞു. എന്നിട്ട് അവര് തന്നെ വീട് വെച്ചതിന് ശേഷം സത്യവും പറഞ്ഞു. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവർ കളവ് പറയും, എന്നിട്ട് ഇവർ തന്നെ അതിലെ സത്യവും പറയും. അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെയല്ലേ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ തെറ്റുകാരായി മാറുന്ന ഒരവസ്ഥയാണ് ഈ പാവപ്പെട്ട ഉമ്മയുടെ ഒരവസ്ഥ. അതൊന്നും വിഷയമുള്ള ഒരു കാര്യമല്ല. അവർ വീട് വെച്ച് സുഖമായി ജീവിക്കുന്നു, ഓക്കെ, എങ്കിൽ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അവരുടെ ഇല്ലായ്മയെ പറയുന്നത് തെറ്റല്ലേ? അവർക്ക് അങ്ങനെ ഒരു ഇല്ലായ്മ ഇല്ലല്ലോ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഇവർ പറഞ്ഞ ഇവരുടെ ഭർത്താക്കന്മാരുടെയൊക്കെ കാര്യങ്ങൾ അത് കളവാണെന്നും ഈ ഭർത്താക്കന്മാരെ കുറിച്ച് ഇത്തരത്തിലുള്ള ദുഷിപ്പുകൾ പറയുമ്പോൾ അത് അവരുടെ ഇപ്പോഴുള്ള ഭാവിയെ ബാധിക്കില്ലേ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതിനെ ഈ വീടുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് ബുദ്ധിയില്ലായ്മ കൊണ്ടാണ്. ഞാൻ ഒരു വീഡിയോയിൽ പോലും ഇവർ വീട് വെച്ച് താമസിച്ചതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നേ ഇല്ല. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം 3 പൈത മക്കൾ അതിൻ്റെ അകത്ത് കയറി സുഖമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതേ കണക്ക് ഈ ഒരു 6 മക്കളുള്ള ഉമ്മയും അവർക്ക് ആരോഗ്യമുണ്ട്, അവർ പണിയെടുത്ത് നോക്കാൻ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കില്ലേ എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. അവർക്ക് ആരെങ്കിലും വീട് വെക്കാൻ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട്. ഇതിനേക്കാൾ സഹായം ആവശ്യമുള്ള ആളുകളുണ്ട്, രോഗാവസ്ഥയെ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരിലൊന്നും സഹായം എത്തുന്നില്ല. സഹായം എത്താതിരിക്കുന്നതിന്റെ കാരണം ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെ ഇവർ ഇല്ലാത്ത ദാരിദ്ര്യം പറയുന്നത് കൊണ്ടാണ് എന്നൊരു പ്രസ്താവന മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനെ ഈ ഒരു ശ്രീകണ്ഠൻ നായർ സാറ് അവർക്ക് കൊടുത്ത ഓഫറുമായിട്ട് എങ്ങനെയാണ് കൂട്ടിക്കുഴയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും ആരോഗ്യമുള്ള ഇവർക്ക് സുഖമായി ജീവിക്കാൻ ഒരു വീട് സമ്പാദിക്കണമെങ്കിൽ മറ്റാരോ കഷ്ടപ്പെടുന്ന ക്യാഷ് വേണം. അപ്പൊ കഷ്ടപ്പെടുന്നവൻ ഒരു വശത്ത്, കഷ്ടപ്പെടാതെ സുഖമായി ജീവിക്കുന്ന ഇവർ മറ്റൊരു വശത്ത്. ഇത് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ എന്റെ പൊന്നു ഉമ്മ. ഇത് രണ്ടും തമ്മിൽ ഒരു രീതിയിലും നിങ്ങൾക്ക് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. മനസ്സിലായോ?